ഇത് നമ്മുടെ ടീച്ചറിൽ നിന്ന് ഏറ്റുവാങ്ങി ഈ സ്മരണിക പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ടീച്ചറെ രണ്ടുപേരും കൂടെ ആയാൽ മതി, കുഴപ്പമില്ല. രണ്ട് അധ്യാപകരും ചേർന്ന് ശിവശേഷിക്ക് നൽകി ഈ സ്മരണിക പ്രകാശനം. ഇനി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ശ്രീ പ്രസന്നന്. എൻ്റെ സുഹൃത്തുക്കൾ, വളരെ സന്തോഷമുണ്ട് എല്ലാവരും കാണുന്നത്. പിന്നെ പലപ്പോഴും പറയാറുണ്ട്, ചിലരൊക്കെ പറയാറുണ്ട്, ഈ കൂട്ടായ്മ നീ വിചാരിച്ചതിലാണ് നടന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ ഇതെൻ്റെ ആവശ്യമായതുകൊണ്ട് നടന്നതാണ്. കാരണം ജയിലിൽ കിടക്കുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥയിലാണ് എപ്പോഴും എനിക്കിരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും പോയി കാണാനായിട്ട് എനിക്ക് പറ്റാറില്ലായിരുന്നു. പലരെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലരിൽ നിന്നും ഫോൺ നമ്പറൊക്കെ വാങ്ങി പലരെയും ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കെല്ലാവരും കാണാമെന്നുള്ള ഒരു പ്രത്യേകത മാത്രമാണ് ഇതിൻ്റെ നാൾ വഴിയായിട്ട് സംഭവിച്ചത്. അല്ലാതെ എൻ്റെ ഒരു മഹത്വം കൊണ്ടല്ല. നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ കാണണം, അത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു. അപ്പോൾ ജീവിതം എന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇതെനിക്ക് വേണ്ടിയിരുന്ന കാര്യമാണെന്ന് പലപ്പോഴും എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ രീതിയിൽ ചിന്തിക്കാനായിട്ട് ഒരുപക്ഷെ ആരോഗ്യമായിട്ടിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് സംഭവിക്കില്ല. ഞാൻ വെറും തെമ്മാടിയായി പോയതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം പല വശങ്ങളും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. മറ്റ് ഓടി നടക്കുന്ന ആൾക്കാരെക്കാളും എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഈ അവസ്ഥയാണ്. ഈ അവസ്ഥ തന്നെയാണ് നിങ്ങളെ എന്നിലോട്ട് അടുപ്പിച്ചത്. അല്ലാതെ അതിനൊരു മഹത്വമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ സ്നേഹം, ഇതിൽ ഏകദേശം 90% ആൾക്കാരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര വലിയൊരു സമാധാനമാണ്. കാരണം ഈ ഓരോ സമയം ഈ ഗെറ്റുകാർ നടക്കുന്ന അവരുടെ സ്നേഹത്തിൽ നിന്നുള്ള ഒരു ബലമാണ്. കാരണം ഞാൻ പറയുന്നത് എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ആത്മാർത്ഥമായിട്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ കഴിവുള്ള കൂട്ടുകാർ എനിക്കുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ നടക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു കാര്യം പോലും നടക്കില്ല. ആ സ്നേഹമുള്ള ആ കൂട്ടുകാരുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് സന്തോഷമായിട്ട് ഇവിടെ വരാനായിട്ട് പറ്റുന്നത്, നിങ്ങളെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹത്തിന് വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ എന്നെ ക്യൂറാക്കുന്നത്, എന്നെ എല്ലാ കാര്യത്തിനും പിടിച്ചു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മാനസികമായിട്ട് നിങ്ങളെല്ലാവരും തന്നെയാണ്. അപ്പോൾ അതിന് വളരെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ആൾക്കാർ കുറഞ്ഞു പോയതിൽ ഒരു വിഷമമുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ ഞാൻ കടപ്പെടുത്താൻ പിടിക്കാറുണ്ട്. അത് എനിക്ക് വേണ്ടിയല്ല. എനിക്കൊരു മകനുണ്ടായിരുന്നാലും അവനെ ഞാൻ അങ്ങനെയായിരിക്കും വളർത്തുന്നത്. കാരണം വേർതിരിവ് ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വേർതിരിക്കുന്ന കാണുന്നത് എനിക്ക് വിഷമമാണ്. കാരണം നമ്മളെല്ലാവരും ഒരു സമയത്ത് വേർതിരിക്കപ്പെടും. കാരണം നമ്മുടെ വയസ്സാങ്കാലം അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ഞാൻ കാണുന്ന എല്ലാവരുടെ ഏറെക്കുറെ ആൾക്കാരും ഒറ്റപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അത് ഞാൻ നേരത്തെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കതിൻ്റെ തീക്ഷ്ണത എന്താണെന്ന് അറിയാം. പക്ഷെ
ചെറുപ്പവും ആരോഗ്യവും കൈമുതലായിട്ടുള്ള ആൾക്കാർക്ക് അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു 16 വർഷത്തിന് മുന്നേ തന്നെ ഇവിടെ ഒടുങ്ങുമായിരുന്നു ഞാൻ വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഇനിയും നമ്മൾ വേർതിരിക്കാതെ ഇരിക്കാനായിട്ട് നോക്കണം. കാരണം രാഷ്ട്രീയമായിരുന്നാലും മതമായിരുന്നാലും തമ്മിൽ തല്ലിക്കുന്ന ഒരു ഇടപാടായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിൽ ആ ഒരു വേർതിരിവ് ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ കുഞ്ഞുനാടിന് ഈ വേർതിരിവൊന്നും നമുക്കില്ലായിരുന്നു. പൊങ്ങച്ചങ്ങളും ഇല്ലായിരുന്നു, ഞാനാണെന്നുള്ള ഭാവമില്ലായിരുന്നു. ആ ഒരു കാലഘട്ടം ആലോചിച്ചിട്ടാണ് വീണ്ടും അവരെല്ലാം തിരികെ എടുത്ത് വരണമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതോടുകൂടി ഒരു ഈഗോ, ഒരു അഹങ്കാരം എല്ലാവരും വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കും അതുണ്ടായിരുന്നു. എന്നെ തിരിച്ചറിയാൻ പറ്റിയപ്പോഴാണ് ഞാനൊന്നുമല്ല എന്നുള്ള രീതിയിലോട്ട് ചിന്തിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെക്കുറിച്ച് ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതവും ദുഃഖം നിറഞ്ഞതും സന്തോഷം നിറഞ്ഞാണെന്ന് ചിന്തിക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് പ്രത്യേകതകളാണ്, എനിക്ക് പ്രത്യേകതകളാണ്. പക്ഷെ ആ പ്രത്യേകതകൾ മാത്രം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവന് വെറുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും കഷ്ടപ്പാടുണ്ട്, അത് മൂടിവെക്കാനായിട്ടുള്ള സാഹചര്യങ്ങളാണുള്ളത്. അപ്പോൾ ചിലരുടെ വിഷമങ്ങൾ പുറത്തറിയാൻ പറ്റും, ചിലരുടെ അകത്തിരിക്കും. എൻ്റെ വിഷമം പുറത്തറിയാവുന്ന വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള കാലം ഏറ്റവും പരസ്പരം സ്നേഹിച്ചും ഇടപെട്ട് കഴിഞ്ഞു പോകണമെന്നാണ് ആഗ്രഹം. അതിന് വലിയൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ഏജിലുള്ളവർ മാത്രമേ നമുക്ക് പ്രയോജനപ്പെട്ടവരായിട്ടുണ്ടാവുള്ളൂ. അടുത്ത ജനറേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടുകാരാണ്, കഴിഞ്ഞ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടുകാരാണ്. അപ്പോൾ നമുക്കുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ പിന്മാറുന്ന സമയത്ത് നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ആണിങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് എൻ്റെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് വിളിക്കണം. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, എൻ്റെ ആ റോഡ് വഴി പോയി കഴിഞ്ഞാൽ എന്നെ ഒന്ന് വന്ന് കാണണം. കാരണം നിങ്ങളെയൊന്നും വന്ന് കാണാനായിട്ട് എപ്പോഴും പറ്റിയെന്നിരിക്കില്ല. ഇപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റിന് 2 ആഴ്ച ഒരിക്കൽ പോകാറുണ്ട്. ആ സമയത്താണ് എനിക്ക് പലരെയും കാണാൻ പറ്റുന്നത്. പിന്നുള്ളത് ഫോൺ ചെയ്തുള്ള ഒരടുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും ജീവിതത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു വശം. ആ തിരക്കിലാണ്. ആ തിരക്കെല്ലാം ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ കഴിയും. ആ സമയത്തെങ്കിലും നമ്മളെല്ലാവരും ഒന്നായിരിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. വളരെ സന്തോഷം. നന്ദി. അടുത്തായിട്ട് നമ്മുടെ PTA പ്രതിനിധീകരിച്ച് നമ്മുടെ അനിൽകുമാർ രണ്ട് വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയ വിജയൻ, നമ്മുടെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ഒരുവനായി പഠിച്ചെങ്കിലും എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ സ്കൂളിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച് വളർന്നു വന്ന നാൾവഴിയെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ടീച്ചർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 71 ടീച്ചർ ഇവിടെ വന്നു, അതുപോലെ ഞങ്ങളും വന്നു. അതിന് വേറെ ഒരു തർക്കവുമില്ല. അത് നമുക്കൊരു മാതൃകയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ടീച്ചർ ഇവിടെ പഠിപ്പിക്കാൻ വന്നു, നമ്മളിവിടെ ജീവിതം തുടങ്ങി എന്നുള്ളത് നമ്മുടെ ഈ സ്കൂളിൽ ഇതുപോലെ കൂടിയിരിക്കുവാനുള്ള ഒരു സന്ദർഭമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ പഠിച്ചു വന്ന കാലത്തെ അതേ അവസ്ഥയിൽ തന്നെ ഒത്തിരി കുട്ടികൾ ഇപ്പോഴും ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒട്ടനവധി കുട്ടികൾ. ഇപ്പം നമ്മൾ ഒരു സമയത്ത് ഈ സ്കൂള് അധപ്പതനത്തിൻ്റെ വഴിയിലോട്ട് പോയി. അതിനുശേഷം വളരെ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്ത് കൂടെ പഠിച്ചിട്ടുള്ള ഗോപകുമാറാണ് ഇപ്പോഴത്തെ PTA പ്രസിഡന്റ്. എല്ലാവരുടെയും നേതൃത്വത്തിൽ നല്ല ഒരു കഠിന പ്രയത്നം തന്നെ നടത്തി ഈ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം ഇപ്പം വളരെ വർദ്ധിച്ച് ഒത്തിരി ടീച്ചേഴ്സിനെയൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പല കുട്ടികൾക്കും അവർക്ക് പഠിക്കുവാനുള്ള നമ്മുടെ ഗ്രൂപ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഗ്രൂപ്പ് ഇവിടെ ഒരു ബാൻഡ് സെറ്റ് തന്നെ സംഭാവനയായി നൽകി. അതിന് അങ്ങനെ ഒരു വികസനം ഉണ്ടായിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സ്റ്റേഡിയം വന്നിട്ടുണ്ട്. അങ്ങനെയെല്ലാം നമുക്ക് പുറത്തു നിന്ന് വികസന നേട്ടങ്ങൾ നമ്മുടെ സ്കൂളിന് കിട്ടുമ്പോൾ ഒന്നാമത് തന്നാലായോ എന്ന് പറയുന്നത് പോലെ ചെറിയ സഹായങ്ങളൊക്കെ നൽകി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൂട്ടായ്മ വളരെ ഇപ്പോൾ 4ാമത്തെ കൂട്ടായ്മയായി. നമ്മൾ ഓരോരുത്തരും ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിരിക്കുന്നത് കണ്ണൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് പോകാൻ കഴിയാത്തത് 2 മനസ്സാണ്. ഒന്ന് ഒരു 60% ഇവിടെ നിൽക്കണമെന്നുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. എൻ്റെ കൂടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരാളുടെ വീട് ബാലരാജാണ്. ഞാൻ അന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവിടെ പോകേണ്ടതുണ്ടായിരുന്നു. അവർ കുറച്ചുപേർ ഇന്നലെ പോയിട്ടുണ്ട്. ഞാനതിൽ നിന്ന് ഈ ഒരു ഫംഗ്ഷൻ എൻ്റെ മനസ്സിന് മുന്നിൽ നിന്നതുകൊണ്ട് ഞാനതിൽ നിന്ന് ഒഴിവായി. എനിക്കിങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്ന് സംസാരിക്കാനായിട്ട് കഴിഞ്ഞു, എല്ലാവരെയും കാണുവാനും കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇനിയും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും നമുക്ക് ഇന്ന് വരാത്തവരും കഴിഞ്ഞ പ്രാവശ്യം വന്നവരും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരൊക്കെ വീണ്ടും ഒന്നായി കഴിയുന്നതും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് മാക്സിമം ആരെയും മനസ്സിന് വേദനകളൊന്നും സൃഷ്ടിക്കാത്ത തരത്തിൽ ഒന്നിച്ചുകൂടി വന്നിരിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഈ ആദ്യത്തെ കെട്ടുകൾ നടത്തിയ സമയത്തിന് ശേഷമുള്ള കുറച്ച് ആൾക്കാരൊന്നും നമുക്ക് ഇല്ല. അധ്യാപകരായിട്ടായാലും വൈദ്യശാസ്ത്ര അതുപോലുള്ള പരമാവധി ആൾക്കാരുണ്ട്. ഇനി അടുത്ത വർഷം കഴിയുന്ന പരമാവധി ആൾക്കാർ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒഴിവാക്കാൻ കഴിയുന്നു. ഇപ്പൊ ആശുപത്രി കിടപ്പാണെങ്കിൽ ഒക്കെ അവിടെ ഇറങ്ങാം. അല്ലാത്തത് നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ വന്നിരിക്കും. കിട്ടുന്നുണ്ട്. ടീച്ചർ പറയുന്ന പോലെ സ്നേഹം നമുക്ക് ഏതാക്കുന്നതും ഓരോ ആപ്പത്തും കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ഓരോ മനുഷ്യന്റെയും ബുദ്ധിമുട്ടുകൾ കണ്ടും അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നല്ല ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തോട് വന്നിരുന്ന് ഇത്തരമുള്ള സന്ദർഭങ്ങളിലുള്ള ഫംഗ്ഷനുകൾ വിജയിപ്പിച്ച് നമുക്കൊരു മാതൃകയായ ഒരു കൂട്ടായ്മയായി മാറണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ സംസാരം അവസാനിപ്പിക്കുന്നു. ഇല്ലല്ലോ. അപ്പോൾ അധ്യാപകർക്കുള്ള ആദരവ് നൽകുന്നതിന് വേണ്ടി ആദ്യം അയ്യപ്പൻ ചെട്ടിയാർ സാർക്കുള്ള ആദരവ് കൊടുക്കാൻ വേണ്ടി മിനിയെ ക്ഷണിക്കും. അടുത്തതായിട്ട് ടീച്ചർക്ക് ആദരവ് കൊടുക്കാൻ ലളിതാംബിക. ഞാൻ ആക്ച്വലി BSc ബയോടെക്നോളജി കംപ്ലീറ്റഡ് ആണ്. അമ്മയുടെ പേര് പ്രീതകുമാരി, അച്ഛന്റെ പേര് അശോകൻ. സോമിതയ്ക്കുള്ള ഓർമ്മച്ചപ്പിന്റെ സ്നേഹം കൊടുക്കും. അമ്മയ്ക്ക് തരാൻ പറ്റില്ല.
വാങ്ങിക്കുമോ? വേറെ ആരും വന്നിട്ടില്ലല്ലോ. ഇനി ആർക്കെങ്കിലും പാർവതിക്ക് വേണ്ടി പാർവതിയുടെ അമ്മ ഉപഹാരം വാങ്ങുന്നു. അമ്മ വന്നോളൂ. പാർവതി വന്നില്ല. ബിടെക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായതാണ്. മോളിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, ബാംഗ്ലൂരാണ്. അതുകൊണ്ടാണ് മോൾക്ക് വരാൻ പറ്റാത്തത്. അയ്യപ്പൻ ചെട്ടിയാർ സാറും നൽകുന്നു. അടുത്തത് നിതിൻ ചന്ദ്രൻ +2 കഴിഞ്ഞതാണ്. നിതിൻ ചന്ദ്രന്റെ അമ്മ ശ്രീലത ഉപഹാരം ഏറ്റുവാങ്ങുന്നു. ടീച്ചർ ഉപഹാരം സമ്മാനിക്കും. ഷാജിയുടെ മോള ജോഷയുടെ അമ്മ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. ഷാനി എന്താ ഷാനി എൻ്റെ മോള് 10ാം ക്ലാസ്സിൽ പാസ്സായി. അടുത്തത് നമ്മുടെ ഷീലിന്റെ മകൻ ഹരിനന്ദനില്ല, പകരം ഷീലിൻ അയ്യപ്പൻ ചെട്ടിയാർ സാറിൽ നിന്ന് മകന് വേണ്ടി ഉപഹാരം ഏറ്റുവാങ്ങും. രണ്ടാമത്തെ പുത്രൻ 10ാം ക്ലാസ് പാസ്സായി. MGM സ്കൂളിൽ 88% മാർക്കിൽ പാസ്സായിട്ടുണ്ട്. ദിയ അജയ്, നമ്മളെ അജയന്റെ മകളുടെ ഒരു ഉപഹാരമുണ്ട്. അതൊരു സ്പെഷ്യൽ ഉപഹാരമാണ്. നമ്മുടെ എടുക്കാൻ മറന്നുപോയതാണ്. നമ്മൾ ഈ ഒരു ചടങ്ങിൽ വെച്ച് കൊടുക്കുന്നതാണ്. ഇനി ഇരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഓർമ്മച്ചെപ്പുമായി ആശംസ അർപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എന്നത് നന്ദി പറയുക എന്നതാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ 2 വാക്ക് സംസാരിച്ചോട്ടെ. ഈ ഓർമ്മച്ചെപ്പിലെ 4ാമത്തെ പ്രാവശ്യവും കൃതജ്ഞത പറയുക എന്ന കർത്തവ്യം എനിക്ക് തന്നെ കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും ഈ കൃതജ്ഞത പറയാൻ എന്നെ തന്നെ ഈ 4ാം വർഷവും എനിക്ക് തന്നെ ആ ഭാഗ്യം ഉണ്ടായി. അതുപോലെ അതിനു മുന്നേ നമ്മളെ പഠിപ്പിച്ച്, നമ്മളെ സ്നേഹിച്ച്, നമ്മളെ അടിത്തന്ന് നമുക്ക് വിദ്യ അഭ്യസിച്ചു തന്ന നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അവരെ ഞാൻ ഈ വേദിയിൽ സ്മരിക്കുന്നു. അതുപോലെ നമ്മളെ കൂടെ പഠിച്ച് നമ്മുടെ സഹപാഠികളും നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിൽ ഓർക്കുന്നു. അടുത്തതായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ അധ്യക്ഷനായിരുന്നു. അധ്യക്ഷൻ തിരക്ക് മൂലമായിരിക്കും വരാതിരുന്നത്. അതായത് നമ്മുടെ സഹപാഠിയായ ആറ്റിപ്ര അജയകുമാറാണ്. അജയകുമാർ വന്നിട്ടില്ല. അജയകുമാറിനെ
ഞാൻ എൻ്റെ പേരിലും ഓർമ്മച്ചെപ്പിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഞാൻ കൃതജ്ഞത പറയേണ്ടത് നമ്മുടെ അധ്യാപകനായ ശ്രീ അയ്യപ്പ ചെട്ടിയാർ സാറിനാണ്. സാറിന് ഞാൻ നമ്മുടെ ഓർമ്മച്ചെപ്പിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായി കൃതജ്ഞത പറയേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ നമ്മൾ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ വന്നപ്പോൾ ഈ സ്കൂളിൽ വന്ന നമ്മുടെ അമ്മയായ ശ്രീമതി ശ്യാമളകുമാരി ടീച്ചറിനാണ്. ടീച്ചറിനും ഞാൻ എൻ്റെ പേരിലും ഓർമ്മച്ചെപ്പിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി കൃതജ്ഞത പറയേണ്ടത് ഈ ഓർമ്മച്ചെപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടി അശാന്തം പ്രയത്നിച്ച നമ്മുടെ പ്രസിഡന്റ് മിസ് കൂടെ നിൽക്കുന്ന നമ്മുടെ സഹപാഠികൾക്കുമാണ്. ഇങ്ങനെ ഒരു നല്ല മനസ്സുള്ള കുറെ സഹപാഠികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വേദി ഉണ്ടാക്കി തന്നത്. ഇല്ലെങ്കിൽ പല ഭാഗത്തായി നമ്മൾ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു വേദി ഉണ്ടാവാൻ നമുക്ക് കണ്ടുകൊണ്ടാൽ ഒരിക്കലും കഴിയില്ലായിരുന്നു. അത് ഒരിക്കലും അതായത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു നല്ലൊരു സൗഹൃദമാണ്. പ്രസിഡന്റ് നല്ല മനസ്സുകൊണ്ട് ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ ഒരു പേര് ഉണ്ടായത്. കാര്യം ഒരുപാട് അശാന്തം പ്രയത്നിച്ചുകൊണ്ടാണ് ഓർമ്മച്ചെപ്പ് ഉണ്ടാക്കിയത്. ഇത് 4ാം വർഷത്തിലേക്ക് കടന്നു. അപ്പൊ ഈ 52 വയസ്സായ നമ്മൾ ഓരോരുത്തരും പരസ്പരം ഏതാണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം പരസ്പരം ഈ കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറയാം. ആദ്യത്തെ വേദി എന്ന് പറയുന്നത് നല്ലൊരു വേദിയായിരുന്നു. അവർ പരസ്പരം എന്തിനു വേണ്ടിയിട്ടാണ് നേടാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊന്നാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം. ഇതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. വിദ്യാധനം സർവധനം പ്രധാനം ഇത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കാണാനും ഒരുമിച്ച് കൂടാനും നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വേദിയായിരുന്നു. പക്ഷെ അത് എന്ന് മനസ്സിലാക്കാത്തവരാണ് കുറെ പേര് പകുതി പിരിഞ്ഞു പോയി, കുറെ പേര് വേർതിരിഞ്ഞ് നിൽക്കുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടാകാതെ നിങ്ങൾ പരസ്പരം കൂടുതൽ കാണുന്ന കൂട്ടുകാരോട് ഇതിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അടുത്ത വർഷം ഈ നാട്ടിൽ എല്ലാ പേരും ഒത്തൊരുമയോട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇതുപോലെ സഹപാഠികൾ എന്റെ അധ്യാപകർക്ക് ഒരിക്കൽ കൂടി എന്റെ പേരിൽ ഈ പേരിൽ 4ാമത് ഇങ്ങനെ ഉണ്ടാകാൻ അവസരം ഉണ്ടാക്കി. ഈ ഭക്ഷണത്തിന് ശേഷം ഉച്ചകഴിഞ്ഞിട്ടുള്ള നമ്മുടെ കലാപരിപാടികൾ ആരംഭിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി പ്രഖ്യാപിക്കും. അത്യാവശ്യം ഭക്ഷണം കഴിക്കാം. ഉള്ള ഇരിപ്പിടങ്ങളിലേക്ക് കാര്യമായി സ്വാഗതം. നിക്ക് സാറിനെ വിളിക്കാൻ
you.